യേശുവിൻ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുദാശകളെക്കുറിച്ച്. സാക്രമെൻറ്റ്. എന്താണ് ഈ കുദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചുരുക്കി പറയാൻ സാധിക്കും, ദൈവത്തിൻ്റെ അദൃശ്യമായ വരപ്രസാദം ദൃശ്യമായ രൂപത്തിൽ നമ്മളിലേക്ക്, മനുഷ്യജീവനിലേക്ക് ഇറങ്ങി വരുന്ന നീർച്ചാലുകളാണ് കുദാശ. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അദൃശ്യമായ വരപ്രസാദം ദൃശ്യമായ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന നീർച്ചാലുകളാണ് കുദാശ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കുദാശയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും തന്നെ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണ്, സൗന്ദര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ, സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ആപേക്ഷികമാണ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ വീക്ഷണങ്ങൾ, സൗന്ദര്യത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ വ്യത്യസ്തമായി. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, മഹാനായ ഒരു ശില്പി തൻ്റെ കരവിരുതിലൂടെ ഉണ്ടാക്കുന്ന ഓരോ സൃഷ്ടികളും അതിമനോഹരമായിരിക്കും, ഇല്ലേ? മഹാനായ ഒരു ഒരു ശില്പിയാണെങ്കിൽ തീർച്ചയാണ് അതിൽ പാകപ്പിഴകൾ ഉണ്ടാകാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ പരിപൂർണമായി വളരെ യുണീക്കായിട്ടുള്ള സൗന്ദര്യമുള്ള പീസുകളുണ്ട്. ഓക്കെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സൗന്ദര്യം നിലനിർത്താനുള്ള കടമ, ഉത്തരവാദിത്വം നമുക്കുണ്ട്, തീർച്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സൗന്ദര്യം നിലനിർത്താനും അതുപോലെ തന്നെ വേണമെങ്കിലൊക്കെ അതിനെ സംരക്ഷിക്കാനൊക്കെയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതൊരല്പം വർദ്ധിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കുക മാത്രം ചെയ്യാം. അതിനുള്ള മാർഗങ്ങളാണ് നമ്മുടെ ബ്യൂട്ടി പാർലറുകൾ, അല്ലേ? ബ്യൂട്ടി പാർലർ. അങ്ങോട്ട് കയറി പോകുന്ന ആൾ തിരിച്ചു വരുമ്പോൾ എത്ര വ്യത്യസ്തമായിട്ടായിരിക്കും ഒരു പക്ഷെ തിരിച്ചു വരിക. അതിനകത്ത് തെറ്റില്ല. ദൈവം നൽകിയിരിക്കുന്ന നമ്മുടെ സൗന്ദര്യത്തെ ആരാധിക്കാനും അതിനെ വർദ്ധിപ്പിക്കാനും, വേണമെങ്കിൽ വർദ്ധിപ്പിക്കാനും അതിനെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ചെയ്യാം. ഓക്കെ, അതുപോലെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു മനോഹരമായ ബ്യൂട്ടി പാർലറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മനസ്സിന്, പാപം മൂലം വികൃതമാക്കപ്പെട്ട നമ്മുടെ മനസ്സിനെ പഴയ ശുദ്ധതയിലേക്ക്, പഴയ മനോഹാരിതത്തിലേക്ക്, സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ബ്യൂട്ടി പാർലറാണ് കുംഭസാരം, അനുരഞ്ജന കുദാശ എന്ന് പറയും. പാപം മൂലം വികൃതമാക്കപ്പെട്ട മനുഷ്യ മനസ്സിനെ അതിൻ്റെ പൂർവ്വ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മനോഹരമായ ബ്യൂട്ടി പാർലറുകളാണ് അനുരഞ്ജന കുദാശ, അതല്ലെങ്കിൽ കുംഭസാര കൂടുകൾ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഈ കുദാശകളൊക്കെ സ്ഥാപിച്ചത് ആരാണ്? തീർച്ചയാണ് യേശുനാഥനാണ്, അല്ലേ? യേശുനാഥനാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി യേശുനാഥൻ പറഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങൾ, അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവർ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവരുടെ പാപങ്ങൾ ബന്ധിക്കപ്പെടും. ഇതാണ് അനുരഞ്ജന കുദാശ സ്ഥാപന കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. യേശുവിൻ്റെ വാക്കുകളാണ്. യേശുവിൻ്റെ ഈ അധികാരം സഭയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവിടുത്തെ ശിഷ്യന്മാരായ മെത്രാന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ ഒക്കെ ഈ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനുരഞ്ജന കുദാശ. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്കും അതുപോലെ തന്നെ സഭയുമായിട്ട് രമ്യതപ്പെടുവാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് വിശുദ്ധ കുംഭസാരം എന്ന് പറയുന്നത്. ആത്മാവിനെ കൂടുതൽ ശോഭയോടെ, കൂടുതൽ പ്രൗഢിയോടെ ആക്കി തീർക്കുവാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുദാശ. കുംഭസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കുംഭസാരത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായി 2 ഫലങ്ങളെക്കുറിച്ച് നമുക്ക് മാത്രം ചിന്തിക്കാം. ഞാൻ പാപം ചെയ്യുമ്പോൾ അത് 2 ആളുകൾക്ക് എതിരായിട്ടാണ്. ഒന്ന്
ദൈവത്തിനെതിരായിട്ട്, തീർച്ചയായിട്ടും ദൈവത്തിനെതിരായിട്ടാണ് എൻ്റെ പ്രവൃത്തി. മറ്റത് ഞാനായിരിക്കുന്ന എൻ്റെ സഭ, എൻ്റെ സഹോദരങ്ങൾ, അവർക്കെതിരായിട്ടുള്ള തിന്മയാണ് എൻ്റെ പാപം. കുമ്പസാരം എന്ന കുദാശയിലൂടെ ദൈവത്തിനോടും സഭയോടും എൻ്റെ സഹോദരങ്ങളോടുമുള്ള രമ്യതപ്പെടലാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. ഏറ്റവും ഭംഗിയായി നിങ്ങൾ പല വർഷങ്ങളായിട്ട് കുമ്പസാരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കാം. നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നു, വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഒന്ന്, ആത്മശോധന ചെയ്യുക. ചെയ്തു പോയ പാപങ്ങൾ ക്രമമായി ഓർക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട. കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ കുമ്പസാരം വരെയുള്ള ആ കാലയളവിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തിന്മകളും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ ആത്മശോധന ചെയ്ത് ഓരോന്നോരോന്നായി ക്രമമായി ഓർക്കുക എന്ന് പറയും. ക്രമമായി നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിൽ മാനദണ്ഡമായി നിൽക്കേണ്ടത് 10 കൽപ്പനകളാണ്. നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെ ഗൗരവം നിർണ്ണയിക്കുന്നത് ഈ കൽപ്പനകളോടുള്ള ലംഘനത്തിന്റെ മാനദണ്ഡം അനുസരിച്ചാണ്. അതുകൊണ്ട് കൽപ്പനയെ മുൻനിർത്തി വേണം നമ്മുടെ ആത്മശോധന നമ്മൾ നിർവഹിക്കാനായിട്ട്. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാവും, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകും. എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത തന്നെയായി ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെന്തിനോടെങ്കിലും പ്രാധാന്യം ഞാൻ നൽകിയിട്ടുണ്ട്. ദൈവത്തിനെ പ്രതിഷ്ഠിക്കേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ സഖറാരിയിൽ ഞാൻ വേറെ ആരെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സമ്പത്തിനെ ആയിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയെ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ആഗ്രഹമായിരിക്കാം. ഇതൊക്കെ ഒന്നാമത്തെ കൽപ്പനകൾക്കെതിരായുള്ള ലംഘനം. 2, ദൈവത്തിൻ്റെ തിരുനാമം വെറുതെ പ്രയോഗിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ നാമം നമ്മൾ അല്ലാതെ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പ്രതിജ്ഞ ചെയ്യാനോ തെറ്റായ പ്രതിജ്ഞ എടുക്കാനോ ഒക്കെ ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 2ാമത്തെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള ലംഘനമാണ്. 3ാമതായി, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഞായറാഴ്ചകൾ കടമുള്ള ദിവസമാണ് എന്ന് കാരണവന്മാർ പറയും. പള്ളിയിൽ പോകണം, നിർബന്ധമായും പള്ളിയിൽ പോയി കുദാശയിൽ പങ്കെടുത്ത് കുദാശകൾ സ്വീകരിച്ചിരിക്കണം. അതുകൂടാതെ വേദോപദേശ ക്ലാസ്സുകളിൽ കുട്ടികളാണെങ്കിൽ വേദോപദേശ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിരിക്കണം, വിശ്വാസ പരിശീലനത്തിൽ പങ്കുചേരണം. അതുകൂടാതെ മുതിർന്നവരാണെങ്കിലോ കഠിനമായ ജോലികൾ ഒന്നും ചെയ്യാം. ആ ദിവസം ദൈവത്തിൻ്റെ സ്മരണയിൽ മനസ്സിനെയൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളും മനസ്സുകളും ഒക്കെ ദൈവത്തേക്ക് അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 6 ദിവസത്തെ കഠിനമായ ജോലികൾക്ക് ശേഷം ഒരു ദിവസം തങ്ങളുടെ കുടുംബത്തോടും മക്കളോടും സഹോദരങ്ങളോടും കൂടെ ദൈവത്തിൻ്റെ അരൂപിയിൽ വസിക്കുക. എത്ര മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണ്. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നത്. ആ ദിവസത്തെ മദ്യപാനം കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ ഒക്കെ ഇതുപോലെ വികൃതമാക്കി കഴിഞ്ഞാൽ മക്കളെ, അത് 3ാമത്തെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള ലംഘനമാണ്. 4ാമതായി, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ദൈവത്തിൻ്റെ സ്ഥാനീയരാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. അവരൊരു പക്ഷേ തെറ്റുകളും കുറ്റങ്ങളുമുള്ള ബലഹീനരായിരിക്കാം. പക്ഷെ ഓർത്തോണം, ദൈവമാണ് എനിക്ക് ജന്മം നൽകിയതെങ്കിലും ഈ ഭൂമിയിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട്, ഈ ഭൂമിയിലേക്ക് ഞാൻ ജന്മമെടുക്കാനായിട്ട് കാരണമായത് എൻ്റെ മാതാപിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനീയരാണ്. അവരെ ബഹുമാനിക്കുക, അവരെ അനുസരിക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. ഏതെങ്കിലും വിധത്തിൽ എൻ്റെ മാതാപിതാക്കന്മാരോട് ഞാൻ തെറ്റായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിരുപദ്രവമായിട്ട് അവരോട് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഈ കൽപ്പനയുടെ ലംഘനമാണ്. 5ാമതായിട്ട്, കൊല്ലരുത്. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഭൂമിയിലെ ഒന്നിനും ഈ ജീവൻ പ്രദാനം ചെയ്യാനായിട്ടാവില്ല, ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവത്തിൻ്റെ ഈ ദാനത്തെ
നശിപ്പിക്കുക, ദ്രോഹിക്കുക, ഇതൊക്കെ ഈ സൃഷ്ടാവിനോട് ചെയ്യുന്ന പാപമാണ്. അത് ഭ്രൂണഹത്യയിലൂടെ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം ഹനിക്കുന്നതിലൂടെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവൻ എടുക്കുക മാത്രമല്ല, ഒരാളുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്നത് പോലും അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. തീർച്ചയായും അതുപോലും ചെയ്യരുത്. ഓക്കെ, അടുത്തത് വ്യഭിചാരം ചെയ്യരുത്. അടുത്ത കൽപ്പന കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. നിന്റെ നോട്ടം കൊണ്ട് പോലും നീ പാപം ചെയ്യുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചുഴന്നെടുത്ത് കളയണം എന്നാണ് പറയുന്നത്. നോട്ടം കൊണ്ട് പോലും നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത്. ആ തെറ്റായ ആ പ്രവൃത്തിക്കുള്ള മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്ത് തന്നെ ആ പാപത്തിന് നമ്മൾ അടിമകളായിത്തീരും. ഇതിനടുത്തതായി കള്ളസാക്ഷ്യം, മോഷ്ടിക്കരുത്. എനിക്ക് അവകാശമല്ലാത്ത ഒന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത്. ദൈവം എൻ്റെ പിതാവാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണവും ഉറപ്പും നൽകാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഞാൻ പിന്നെ എനിക്ക് യോഗ്യതയില്ലാത്ത മറ്റൊന്ന് അന്വേഷിച്ചുകൊണ്ട് കാര്യം എന്തിരിക്കുന്നു? പിതാവായ ദൈവത്തിൻ്റെ പിതൃത്വത്തിലുള്ള ഉറച്ച ഒരു വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് അർഹതയില്ലാത്ത ഒന്നിലേക്കും എൻ്റെ കൈകൾ നീളുകയില്ല. മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അനാവശ്യമായി മറ്റുള്ളവർ പഴിചാരുക, കുറ്റം പറയുക, അനാവശ്യമായി കുറ്റം പറയുക, ഇതൊക്കെ കൽപ്പനയുടെ ലംഘനമാണ്. അന്യൻ്റെ ഭാര്യയെ മോഹിക്കുക, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കുക, ഈ 10 കൽപ്പനകളെ മുൻനിർത്തി വേണം നമ്മുടെ ആത്മശോധന നമുക്ക് നടത്താൻ. വിശുദ്ധ കുമ്പസാരത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ അണയുന്നു. രണ്ടാമതായി, ആത്മശോധന കഴിഞ്ഞ് കുറ്റങ്ങളെ, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ക്രമമായി ഓർത്തതിന് ശേഷം രണ്ടാമതായി നമ്മൾ മനസ്തപിക്കണം. 2 തരത്തിലുള്ള മനസ്താപങ്ങളുണ്ട്. പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപവും. എന്താണ് പൂർണ്ണ മനസ്താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാദി മുതൽക്ക്, എൻ്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽക്ക് തന്നെ എന്നെ അതിയായി സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ ഓരോരുത്തരെയും അവിടുത്തെ ഉള്ളം കൈയിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ദൈവം, ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന ദൈവം, അത്രമാത്രം സ്നേഹമുള്ള ദൈവത്തിനോട് എതിരായി ചെയ്യുന്ന പാപങ്ങൾ, ആ സ്നേഹത്തിനെ ഞാൻ മറുതരിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം, അതാണ് യഥാർത്ഥ മനസ്താപം, പൂർണ്ണ മനസ്താപം എന്ന് പറയുന്നത്. അപൂർണ മനസ്താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു പോയി, നീതിമാനായ ദൈവം എന്നെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കും, ഞാൻ നരകത്തിൽ പോകും എന്നൊക്കെ ഓർത്ത് വേവലാതിപ്പെട്ട് പേടിച്ച് ഈ മനസ്താപത്തിന്, ഈ ഉദാശയെ സമീപിക്കുന്നതാണ് അപൂർണ മനസ്താപം എന്ന് പറയുന്നത്. നല്ല ഉപസാരത്തിനുള്ള അടുത്ത ഒരു ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപങ്ങൾ ക്രമമായി ഓർത്ത് അതിനെക്കുറിച്ച് മനസ്തപിച്ച് മേലിൽ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. അതാണ് നല്ല കുമ്പസാരത്തിൻ്റെ 3ാമത്തെ പടി എന്ന് പറയുന്നത്. ചെയ്തു പോയ പാപങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇനി ഒരിക്കലും അത് ജീവിതത്തിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി നമ്മൾ എടുക്കണം. ഒരു പക്ഷേ കുദാശയിലൂടെ ദൈവം നമുക്കതിനുള്ള ശക്തി നൽകുന്നുണ്ട്. കുമ്പസാരം എന്ന കുദാശയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വരപ്രസാദം നമ്മുടെ തെറ്റുകൾ മായ്ച്ചു കളയുക മാത്രമല്ല, മറിച്ച് തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവമക്കൾക്കൊത്തുള്ള യോഗ്യതയും ദൈവം ഈ കുദാശയിലൂടെ നമുക്ക് നൽകുന്നു പ്രസാദപരമായിട്ട്. അതുകൊണ്ട് കുദാശയിൽ അടിസ്ഥാനമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ മേലിൽ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ട് ദൃഢപ്രതിജ്ഞ ചെയ്യും. 4ാമതായി, ചെയ്തു പോയ നമ്മുടെ പാപങ്ങളൊക്കെ വൈദികനെ അറിയിക്കുക. അതിൻ്റെ ആവശ്യമുണ്ട്. ചിലവരൊക്കെ പറയാറുണ്ട്, എന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ചെന്ന് ദൈവത്തിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, ഈ അച്ഛന്മാരോട് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? ആവശ്യമാണ്. പുരോഹിതന്മാരോട് തെറ്റുകൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള അധികാരമാണ്
അതാണ് സഭയിൽ പരമ്പരാഗതമായിട്ട് മെത്രാന്മാരിലൂടെ പുരോഹിതന്മാരിലൂടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയാണ് മക്കളെ, നമ്മുടെ പാപങ്ങൾ പുരോഹിതനെ അറിയിക്കണം, പുരോഹിതൻ്റെ മുമ്പിൽ ഏറ്റു പറയണം. പുരോഹിതൻ അവിടെ ഒരു ജഡ്ജാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും ഇടയിൽ മധ്യസ്ഥം വഹിക്കുന്ന സഭയിലെ ആളാണ് പുരോഹിതൻ. പുരോഹിതനോട് നമ്മുടെ എല്ലാ തെറ്റുകളും ഏറ്റു പറയണം. അത് നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏറ്റു പറയുമ്പോൾ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഗൗരവമുള്ള പാപങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ? അടുത്ത ഒരു സംശയം, മതിയോ? ഗൗരവമുള്ള പാപം മാത്രം പറഞ്ഞാൽ മതിയോ? ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ആവശ്യമുണ്ട്. ഒരു പാത്രം വെള്ളത്തിൽ ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവനും ചീത്തയായിരിക്കും, ഉപയോഗിക്കാൻ പറ്റാതെ, ഇല്ലേ? അതുപോലെയാണ് മനുഷ്യ ജീവിതത്തിലെ ചെറിയൊരു ലഘുവായ പാപം പോലും ആ ജീവിതത്തെ മുഴുവൻ മലിനമാക്കാനുള്ള അത്രയേറെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു ദൈവ മക്കൾക്കുള്ള യോഗ്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഘുപാപങ്ങൾ പോലും വൈദികനോട് ഏറ്റു പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഇതിൽ ഒരു സംശയവും പാടില്ല. അഞ്ചാമതായി പുരോഹിതൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. ഇവിടെ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഗൗരവപരമായിട്ടുള്ള ഒരു പാപം ഏറ്റുപറയുമ്പോൾ അച്ഛൻ പറയുന്നത്, ആ മകനെ, ദൈവം വളരെ കാരുണ്യവാനാണ്, ദൈവം നിന്റെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി വിളിച്ചപേക്ഷിക്കുക, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായശ്ചിത്തം ഏറ്റുപറയണം എന്ന് നമ്മളോട് കൽപ്പിച്ചാൽ അത് നമ്മുടെ പാപങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള പ്രായശ്ചിത്തമാകുമോ? എന്തു പറയുന്നു? ആകില്ല. പക്ഷേ പുരോഹിതൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നമ്മൾ അവിടെ വെച്ച് നിറവേറ്റണം. ദേവാലയത്തിലാണെങ്കിൽ ദേവാലയത്തിൽ അവിടെ വെച്ച് നിറവേറ്റണം. പിന്നീട് പ്രായശ്ചിത്തത്തിൻ്റെ അടുത്ത പടിയതാണ്. പിന്നീട് നമ്മുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യ പ്രവൃത്തിയിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിനെ ഈ നീറ്റുന്ന ഈ ചിന്ത മാറ്റിയെടുക്കുവാനുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാം. 1, ആത്മശോധന നടത്തുക, പാപങ്ങൾ ക്രമമായി ഓർക്കുക. 2, പാപത്തെക്കുറിച്ച് മനസ്തപിക്കണം. അപ്പോൾ നമ്മൾ മനസ്താപത്തെക്കുറിച്ച് പൂർണ്ണ മനസ്താപവും അപൂർണ മനസ്താപത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 3, ചെയ്തു പോയ പാപങ്ങൾ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കണം. 4, നമ്മൾ ചെയ്ത പാപങ്ങൾ വൈദികനെ അറിയിക്കണം. അവസാനമായി വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം നിറവേറ്റണം. ഇതൊക്കെ കുമ്പസാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഇനി നമ്മൾ കുമ്പസാരിക്കാനായിട്ട് അണയുമ്പോൾ മറ്റു ചില കാര്യങ്ങളുണ്ട് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ഈ വിധം ഒരുക്കേണ്ടതിന് ആത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വൈദികൻ്റെ അടുത്തേക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പായി കുമ്പസാരത്തിന് മുകളിൽ ജപവും മനസ്താപ പ്രകരണം ഇതൊക്കെ കൃത്യമായി നിർവഹിച്ചിരിക്കണം. മനസ്സിന് ഒരുക്കലാണിതൊക്കെ. കുമ്പസാരക്കൂട്ടിനെ പ്രവേശിച്ചതിന് ശേഷം അടുത്ത് ചെന്നതിന് ശേഷം അച്ഛനോട് പറയണം, അച്ഛാ, ഞാൻ പാപിയാണ്. താഴ്ന്ന സ്വരത്തിൽ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞു കേൾപ്പിക്കണം. ചെയ്തു പോയ പാപങ്ങളുടെ ഗൗരവം അനുസരിച്ച് നമ്മൾ പറയണം, ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങളെ അങ്ങ് മോചിപ്പിക്കണമേ. ഞാൻ ആദ്യമായിട്ട് കുമ്പസാരിക്കുന്ന ആളാണ്. അതല്ല എങ്കിൽ കുമ്പസാരിച്ചിട്ട് ഇത്ര ദിവസമായി, ഞാൻ ഏത് ജീവിത അവസ്ഥയിലുള്ള ആളാണ്, ഞാൻ മകനാണോ മകളാണോ പിതാവാണോ അമ്മയാണോ എന്നൊക്കെ സൂചിപ്പിക്കണം. എങ്കിൽ മാത്രമാണ് പാപത്തിൻ്റെ ഗൗരവം നമുക്ക് തിട്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുരോഹിതൻ അവിടെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിലുള്ള ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിലേക്ക് ജഡ്ജ് ചെയ്ത് സമർപ്പിക്കുവാനുള്ള ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഗൗരവങ്ങൾ തിരിച്ചറിയുന്ന വിധം തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. പാപം കൃത്യമായി പറഞ്ഞു കേൾപ്പിക്കണം. അച്ഛൻ നൽകുന്ന പ്രായശ്ചിത്തം
പ്രായശ്ചിത്തം തീർച്ചയായിട്ടും നമ്മൾ അവിടെ വെച്ച് തന്നെ, ദേവാലയത്തിലാണെങ്കിൽ ദേവാലയത്തിൽ വെച്ച് തന്നെ നമ്മൾ നിറവേറ്റും. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായി ഓർപ്പിക്കട്ടെ. വൈദികൻ തീർച്ചയായും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് മാപ്പിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. തിരുസഭ നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാപമോചനം നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ പറയും, അങ്ങനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം കാരുണ്യവാനാണ്, സ്നേഹസമ്പന്നനാണ്. നീ എത്രയേറെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും തിരിച്ചു വരാനുള്ള ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി നൽകുന്ന കൈ നീട്ടി സ്വീകരിക്കുന്ന സ്നേഹനിധിയായ പിതാവാണ് ദൈവം. അതുകൊണ്ട് നീ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെക്കുക എന്ന് പ്രായശ്ചിത്തമായി തരുന്നു എന്നിരിക്കട്ടെ. ജപം തീർച്ചയായിട്ടും നമ്മൾ ചെല്ലണം, പുരോഹിതൻ്റെ പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ പ്രായശ്ചിത്ത പ്രവൃത്തികളും നന്മ പ്രവൃത്തികളും ഒക്കെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ പാപത്തിന് പൂർണ്ണമായിട്ടുള്ള മോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. വിങ്ങുന്ന നമ്മുടെ മനസ്സിനെ സ്വസ്ഥത ശാന്തമാക്കുന്ന നല്ല പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ആത്മാവിൽ നിറഞ്ഞവരായി ഈ കുദാശ സ്വീകരിച്ചു കഴിയുമ്പോൾ ഓരോ കുദാശയിലൂടെ നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. ആ വരപ്രസാദം നമ്മൾ ജീവിതാവസ്ഥയിൽ നമ്മൾ എങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സഹായിക്കുക. കുംഭസാരം എന്ന കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന വരപ്രസാദം വീണ്ടും പാപ സാഹചര്യത്തിൽ ചെന്ന് പെടാതിരിക്കുവാനും ചെയ്തു പോയ പാപങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള കരുത്തും ഒക്കെ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഭംഗിയായി ഹൃദയപൂർവ്വം ഒരുങ്ങി ഈ കുദാശയെ നമുക്ക് സമീപിക്കാം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ കൂടുതൽ യോഗ്യത ഉള്ളവരാക്കി നമുക്ക് മാറ്റാം. ഈ കുദാശയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന പ്രസാദവരത്തിൽ നിറഞ്ഞ് പൂരിതമായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി.